എന്താ പ്രിയമോളെ, എന്തു പറ്റി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്ന? ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? എന്താ മോളെ, കാര്യം പറ. പ്രിയമോളെ, എന്താ സംഭവിച്ചു നിനക്ക്? ചേച്ചി അവളെന്നെ തല്ലി. തല്ലിയെന്നോ? ആര്? കാണാതെ തന്നെ കൃത്യം തലയ്ക്കുണ്ടു. അപ്പൊ കണ്ടിരുന്നെങ്കിലോ നീ എന്റെ ജീവൻ എടുത്തേനെ. അല്ലടി അഹങ്കാരി. വല്ലവരുടെ അടിയും കൊണ്ടിട്ട് വരാൻ വേണ്ടിട്ടാണോ നീ ഇപ്പൊ അമ്പലത്തിൽ പോയത്? കൈ നിവർത്തി തിരിച്ച് അവക്കിട്ട് 2 കൊടുത്തിട്ട് വരായിരുന്നില്ലേ? എന്തൊരു അഹങ്കാരം ആ പെണ്ണ് കാണിച്ചത്. മോളെ, നീ ആ കുട്ടിയോട് അനാവശ്യം എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലച്ചാ, അറിയാതെ എന്റെ കയ്യിൽ നിന്ന് തേങ്ങ അടിച്ചപ്പോ ഒരു കഷ്ണം നിറച്ച് അവൾ തലയിൽ നിന്ന് കൊണ്ടു. അതിന് അവൾ എന്നെ പരസ്യമായിട്ട് അടിച്ചത്. ഇവളോടുള്ള വൈരാഗ്യോ അവൾ എന്റെ മോളോട് തീർത്തത്. കണ്ടില്ലേടി, നീ കാരണം എന്റെ മോൾ അനുഭവിക്കേണ്ടി വന്നത്. എന്റെ മോള് വല്ലവരുടെ അടികൊണ്ട് വിഷമിച്ച് നിൽക്കുന്ന കണ്ടില്ലേടി. വടി, ഇപ്പൊ തന്നെ ഇതവിടെ പോയി ചോദിക്കണം. എന്റെ അനിയത്തിയെ തല്ലിയതിന് അവളെ കൊണ്ട് തന്നെ ഞാൻ മറുപടി പറയും. ചേച്ചി, ഇനി അവിടെ പോയി വെള്ളം ഉണ്ടാക്കണം മോളെ. വേണോ അച്ഛാ? എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു. ഇനി തിരിച്ചടിക്കാനൊന്നും പോണ്ട. അങ്ങനെ വല്ലവരുടെ അടി കൊള്ളാൻ വേണ്ടിട്ടൊന്നും അല്ലല്ലോ നമ്മൾ ഇവളെ വളർത്തിയത്. ഇന്ന് അവിടെ പോയി ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. നീ ഇങ്ങോട്ട് പാടി. അല്ല കുട്ടി, ക്ഷമിക്കുന്നതല്ലേ നല്ലത്. ഓണത്തിന് ഒരു സംഘർഷം നല്ലതല്ല. നമ്മുടെ സന്ദേശം ശാന്തിയും സമാധാനവുമാണ്. മനസ്സിലായോ? അങ്ങനെ ക്ഷമിച്ചതുകൊണ്ടാ വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത്. നീ ചുമ്മാരിക്കടി. 3ാമത്തെ പാദം തലയിൽ വെച്ചപ്പോ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലേ ഇപ്പൊ പാതാളത്തിൽ നിന്ന് വരേണ്ടി വരില്ലായിരുന്നു. സംഭവിക്കേണ്ടത് സംഭവിച്ചേ തീരൂ. എന്ത് സംഭവിച്ചാലും എന്റെ അനിയത്തെ കൈ നീട്ടി അടിച്ചവൾക്ക് അതിന്റെ മറുപടി കൊടുത്തിട്ട് ഈ ജ്യോതി അടങ്ങും. നീ വാടി. മോളെ ജ്യോതി, വേണ്ടടി. വണ്ടി എടുക്ക്. വണ്ടി എടുക്കാൻ. എന്റെ കൊച്ചിനെ കൊണ്ട് പോകരുതെന്നോ ഞാൻ പറഞ്ഞത്. തടയാൻ നോക്കണ്ട. നീ വണ്ടി എടുക്കടി. നിങ്ങളൊന്ന് പറ മനുഷ്യ. മോളെ അവിടെ നിക്ക്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്തോ. ഈ ഓണക്കളി തൃശൂർ പൂരമാകും. അടിക്കടാമേളം. വിണ്ണിൽ നിറഞ്ഞ ഭഗവതിക്കും അങ്ങനെ ഞാൻ അങ്ങോ പോവതിങ്ങനെ. അങ്ങനെ ഞാൻ അങ്ങോ പോവതിങ്ങനെ. ഇങ്ങനേവം മനോരാജ്യം
വാടി. നീയാണോടി എന്റെ അനിയത്തെ അടിച്ചത്? ആണെങ്കി പ്രിയ, നീ എന്റെ അനിയത്തിയാണെങ്കിൽ നിന്നെ തല്ലിയവളെ നീ ഇപ്പൊ തിരിച്ചടിക്കണം. അടിക്കടി. ചേച്ചി, അത്രയ്ക്ക് ധൈര്യം ഉണ്ടോടി നിന്റെ അനിയത്തിക്ക്? അതും അമരാവതിയുടെ ഈ മതിൽക്കെട്ടിനകത്ത് വന്ന് ഇവിടുത്തെ മരുമക്കളിൽ ഒരാൾക്ക് നേരെ കൈ ഉയർത്താൻ അത്രയ്ക്ക് കുലമഹിമയുണ്ടോടി നിനക്കും നിന്റെ അനിയത്തിക്കും? പ്രിയേ, എടി നിന്നെ ഞാൻ മായേ, എന്താ എന്താ ഇവിടെ പ്രശ്നം? ഇവളൊരെണ്ണം എന്റെ അനിയത്തിക്ക് കൊടുത്തു, ഞാന് തിരിച്ചു കൊടുപ്പിച്ചു. ഇതോടെ തീർന്നു എല്ലാ പ്രശ്നങ്ങളും. നിനക്ക് ഇത്രയ്ക്ക് ധിക്കാരോ? ഈ മുറ്റത്ത് വന്ന് കയറി എന്റെ മരുമക്കൾക്ക് നേരെ കൈ ഉയർത്തുന്നു. ദേവാ, ഞാൻ സംസാരിക്കാം. മോളെ, ഇന്ന് വരെ ഈ മുറ്റത്ത് വന്ന് കയറി ഒരാളും ഇതുപോലെ പെരുമാറിയിട്ടില്ല. ഈ വീട്ടിലെ മരുമകളാ ചിത്ര. അവളെ നിന്റെ അനിയത്തെ കൊണ്ട് നീ തല്ലിച്ചു. അല്ല, എന്താ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ലമ്മേ. ഇവൾക്ക് ഇവളുടെ അനിയത്തിക്കും ഭ്രാന്ത. ഭ്രാന്ത് കാണിച്ചത് ആരാണെന്ന് ഞാൻ പറയാമേ. ഞാൻ മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ലമ്മേ. തേങ്ങ ഉടച്ചപ്പോ അറിയാതെ തെറിച്ചു പോയി വീണതാ. അപ്പൊ തന്നെ ഞാനതിന് ക്ഷമയും പറഞ്ഞു. എന്നിട്ടും അമ്മേ, ഇവള് നോണ പറയാ. മനഃപൂർവ്വം തന്നെയാ ഇവളത് ചെയ്തത്. മനഃപൂർവ്വം ഞാനൊന്നും ചെയ്തിട്ടില്ലമ്മേ. അമ്മേ, DK സർ, ക്ഷമിക്കണം. സന്തോഷിക്കേണ്ട ഓണ ദിവസമായിട്ട് ഈ വീട്ടിൽ വന്നു കയറി ഇങ്ങനെ പെരുമാറിയത് ശരിയല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷെ എന്റെ അനിയത്തിയുടെ ശരീരത്ത് കാരണമില്ലാതെ ആരെങ്കിലും കൈവച്ച അത് സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതിന് ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. അതിനെ ഏത് കൊമ്പത്തെ മരുമക്കളായാലും. ചിത്രേ, DK, അമരാവതി വീടിന്റെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന ഒരു പ്രവൃത്തിയും ഇന്ന് വരെ നമ്മൾ ആരും ചെയ്തിട്ടില്ല. ഈ കുട്ടി പറഞ്ഞത് സത്യമാണോ? അത് പിന്നെ മതി. ഇനി സംസാരിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. ക്ഷേത്രത്തിൽ വെച്ച് സംഭവിച്ച ഒരു അബദ്ധത്തിന് നീ ഈ കുട്ടിയെ തല്ലാൻ പാടില്ലായിരുന്നു. DK, ഇവള് പറയുന്നത് അതുപോലെ വിശ്വസിക്കരുത്. മായേ, കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കാനുള്ള ബുദ്ധിയല്ല ഇപ്പൊ ഉപയോഗിക്കേണ്ടത്. ചെയ്ത തെറ്റിനുള്ള പരിഹാരമാണ്. പവിത്രമായ ഒരു സ്ഥലത്ത് വെച്ച ചിത്ര ഈ തെറ്റിയത്. അതിന് നീ ഈ കുട്ടിയോട് സോറി പറഞ്ഞേ പറ്റൂ. ചിത്ര അവളെ അടിച്ചതിന് പകരം ഇവൾ അനിയത്തെ കൊണ്ട് ചിത്രയെ തിരിച്ചു തല്ലിയില്ലേ? പിന്നെന്തിനാ ഇനിയും സോറി പറയുന്നത്? തല്ലി തോൽപ്പിക്കാനും തമ്മിലടിച്ച് ജയിക്കാനും ഇതൊരു മത്സരക്കളിയല്ല. തെറ്റുപറ്റിയാൽ മാപ്പ് പറയണം, അതാരായാലും. ഇവിടെ തുടങ്ങി വെച്ചത് ചിത്രയാ. അതുകൊണ്ട് ചിത്ര മാപ്പ് പറയണം. DK, ഞങ്ങളുടെ കൂടെയാണോ അതോ ഇവരുടെ കൂടെയോ? പക്ഷം ഏതായാലും ന്യായം ജയിക്കണം. അതാണ് എന്റെ പക്ഷം. ചിത്രേ, മടിക്കണ്ട. ബോൾ സോറി. വേഗം. സോറി. ഈ മര്യാദ ക്ഷേത്രത്തിൽ വെച്ച് നീ ഇവളോട് കാണിച്ചിരുന്നെങ്കിൽ എനിക്കിങ്ങോട്ട് വരേണ്ടി വരില്ലായിരുന്നു. മതി.
ഇനി നിനക്ക് പോവാം. ഡി കെ, ഒരാളെ കൊണ്ട് മാത്രം മാപ്പ് പറയിച്ചത് ന്യായമല്ല. ഇവിടെ വന്ന് കയറി ചിത്രയെ തല്ലിയതിന് ഇവളും മാപ്പ് പറയണ്ടേ? മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയേണ്ട ആവശ്യമില്ല. എന്റെ മരുമകൾ ചെയ്ത തെറ്റ് അവളെ കൊണ്ട് ഞാൻ തിരുത്തി. ഇവരുടെ കാര്യം തീരുമാനിക്കേണ്ടത് അവരാ. കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പോകാം. അതെ, നിങ്ങളുടെ മരുമകൾ ചെയ്ത തെറ്റിന് മാപ്പ് പറയേണ്ടത് അവളുടെ കടമ. എന്റെ അനിയത്തിയെ തല്ലിയതിന് മാപ്പ് കൊടുക്കേണ്ടത് എന്റെ കടമ. അതുകൊണ്ട് ചെയ്തത് തെറ്റാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഇവളോട് എന്റെ അനിയത്തി ക്ഷമ പറയില്ല, ഞാനും പറയില്ല. അതല്ലേ ജി, ഞാൻ വേണമെങ്കിൽ ക്ഷമ പറ. വേണ്ട, ഈ കടം തൽക്കാലം അങ്ങനെ തന്നെ നിൽക്കട്ടെ. വാ. അതെ, നിങ്ങൾക്ക് അവളെ ഒന്നും തടയാൻ മേലായിരുന്നു മനുഷ്യ. ഞാൻ പറയാൻ വന്നപ്പോഴത്തേക്കും ജ്യോതി മോള് പ്രിയം കുട്ടിയായിട്ട് അങ്ങ് പോയില്ലേ? പറയാമൊന്നു പോലും. എന്റെ കൊച്ചിനെ കൊണ്ട് അവൾ അവിടെ ചെന്നു എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്തോ. അവസാനം ജാമ്യം എടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോവാതിരുന്ന ഭാഗ്യം. പോലീസ് സ്റ്റേഷനിലോ? പിന്നെ അല്ലാതെ, കൊണ്ടുപോയത് നിങ്ങളുടെ മോളല്ലേ, എന്ത് പ്രതീക്ഷിക്കാം. പോയിട്ടിങ്ങി വരട്ടെ. അപ്പൊ ആ പെണ്ണ് പ്രിയമോളെ തല്ലിയത് വേണ്ടെന്ന് വെക്കണമെന്നാണ് നിന്റെ അഭിപ്രായം? അല്ല, നീ അവളുടെ തള്ളയല്ലേ? ആ, അതുകൊണ്ടായി എനിക്കിത്ര വെപ്രാളം. അമ്പലത്തിൽ വെച്ചൊരു പ്രശ്നമുണ്ടായി, അതവിടെ തീർന്നു. അതിന്റെ പിന്നാലെ പിന്നെയും പോവേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? എന്തിനാ അവൾ അവിടെ ഉറഞ്ഞു തുള്ളി പോയെന്നാ എനിക്ക് മനസ്സിലാവാത്ത. അവളുടെ തന്ത ഞാനായതുകൊണ്ട്, അവർ രണ്ടുപേരും എന്റെ ചോരയിൽ പിറന്നതുകൊണ്ട്. എടീ, അവളുടെ അനിയത്തി തല്ലിയത് എന്തിനാണെന്ന് ചോദിക്കാനാ എന്റെ മോള് പോയത്. അത് അവള് ചോദിക്കും. നിന്റെ മോളെ തല്ലിയിട്ടും നിനക്കത് തോന്നാത്തത് അവരുടെ സ്വർണവും പട്ടുസാരിയൊക്കെ നിന്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ടാ. ഇനിയൊരു പ്രശ്നം ഉണ്ടായാൽ അവരത് തിരിച്ചു ചോദിക്കുക എന്നുള്ള ഭയം കൊണ്ട്. അല്ലെങ്കിൽ നീ എന്നോട് തർക്കിക്കേ. അതെ, അങ്ങനെ തന്നെ വിചാരിച്ചോ. മണ്ടത്തരം കാണിച്ച് കയ്യിലിരിക്കുന്നത് കളഞ്ഞു കുളിക്കാൻ ഈ ആശാലത്തെ കിട്ടില്ല. എങ്കി ആശാലതേ, ആ സ്വർണ്ണ അവർ തിരിച്ചു ചോദിക്കില്ല എന്നുള്ള നിന്റെ മൂഢവിശ്വാസം ഒരു ദിവസം മാറും. അവരത് തിരിച്ചു ചോദിച്ച് ഈ മുറ്റത്ത് വരും. ആ സമയത്ത് നീ തന്നെ അതെടുത്ത് കൊടുക്കുകയും ചെയ്യും. ഈശ്വര, അങ്ങനെ വരുമോ? അതും ചോദിച്ചവരീ മുറ്റത്ത് വന്ന, അയ്യോ, അത് തിരിച്ചു കൊടുത്തല്ലേ പറ്റൂ. തിരിച്ചു കൊടുക്കാതിരിക്കാൻ എന്താ ഒരു വഴി? സേമിയ പായസം റെഡിയായോ മായച്ചി? നീ ആദ്യം അട റെഡിയാക്ക്. ഏൽപ്പിച്ച ജോലി ചെയ്തു തീർന്നിട്ട് പായസം കുടിക്കാം. എന്നെ ഏൽപ്പിച്ച പണിയൊക്കെ ഞാൻ ചെയ്തു തീർക്കും. ആ, ഈ അടപ്രഥമൻ കൂടി ചേച്ചിയുടെ ഡ്യൂട്ടി പെട്ടതാ. ഓ, ആയിക്കോട്ടെ. നിങ്ങളുടെ ഡ്യൂട്ടി എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്ക്. രണ്ടും കൂടി ഇരുന്ന് നിരങ്ങാൻ തുടങ്ങിട്ടെ കുറെ നേരം ആയി. കഷ്ടം തന്നെ. എടി, മായേച്ചിക്ക് ചില നേരത്ത് അമ്മായിയമ്മയുടെ സ്വഭാവ. ആ, മൂത്ത മരുമകൾക്ക് അമ്മയുടെ സ്ഥാനം കൂടി ഉണ്ടായിരുന്നു പണ്ടത്തെ തറവാടുകളിൽ. ആ കണക്ക് വെച്ച് നോക്കിയാ അമ്മായിയമ്മ തന്നെയാ. എപ്പോഴാടി ഞാൻ അമ്മായിയമ്മ പൊരു കാണിച്ചത്? ഇല്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ, ചട്ടവും പഴുപ്പിച്ച് വെച്ചു തരും ഞാൻ. ആഹാ, ഇപ്പൊ തനി അമ്മായിയമ്മയായി. ശരിക്കും നമുക്ക് അമ്മായിയമ്മയായിട്ട് കിട്ടേണ്ടത് ആ ജ്യോതിയായിരുന്നു. ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. അവളുടെ കാര്യം മിണ്ടരുത്. ഇതുപോലൊരു ആദ്യ സാമർത്ഥ്യക്കാരെ ഞാൻ കണ്ടിട്ടില്ല. ഇതിനകത്ത് കയറി വന്ന് നിന്നെ തല്ലിയതിന്റെ വിറയല് എനിക്ക് ഇതുവരെ തീർന്നിട്ടില്ല.
എന്നാലും അവളുടെ ധൈര്യം സമ്മതിക്കണം. അടി കിട്ടിയതും പോരാഞ്ഞു എന്നെ കൊണ്ട് മാപ്പും പറയിപ്പിച്ചു. സാരമില്ല, ഇപ്പൊ നമുക്കൊന്ന് പത്തി മടക്കി കൊടുക്കാം. സിത്താരയുമായിട്ടുള്ള DKയുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇതിന് മറുപടി കൊടുക്കാൻ നമുക്ക് ഏർപ്പാടുണ്ടാക്കാം. ഇവിടുത്തെ അമ്മ അവൾക്ക് ഫേവറായിട്ട് നിൽക്കുന്നത്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്ത് കാര്യത്തിനും അമ്മ അവളെ ന്യായീകരിക്കുക. അനുഭവം വരുമ്പോ അമ്മയും പഠിച്ചോളും. അതുവരെ പുകഴ്ത്തിക്കോട്ടെ. ഇതിന്റെ മധുരം ഒന്ന് നോക്കി. നോക്കട്ടെ. സൂപ്പർ. ആഹാ, പൊളിച്ചു. മായിച്ചയുടെ കൈപ്പുണ്യം സമ്മതിക്കണം. അവിടെ പോയി വീണ്ടും തല്ലും ബഹളം ഉണ്ടാക്കിയപ്പോ സമാധാനമായോ നിനക്ക്? ഇനി പോലീസിനെ കൂടി ആ പെണ്ണുങ്ങൾ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നതെന്ന് ആർക്കറിയാം? ആര് വേണമെങ്കിലും വരട്ടെ മമ്മി. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ജയിലിൽ പോവാനും എനിക്കൊരു മടിയുമില്ല. ആശാലതേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നല്ലൊരു ദിവസമായിട്ട് നമുക്കിതങ്ങ് മറക്കാം. ഓണത്തിനിടയ്ക്ക് നടന്ന ഒരു വെടിക്കെട്ട് ഇതിനെ അങ്ങനെ കണ്ടാ മതി. നീ പോയി സദ്യ റെഡിയാക്കി. മക്കളെ, നിങ്ങൾ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് സദ്യ കഴിക്കാം. ഉണ്ണണം, ഉറങ്ങണം, നാട്ടും പുറത്ത് കൂടി ചുമ്മാ കറങ്ങി നടക്കണം. അതോടെ തീരും നിങ്ങളുടെ ഒരു ദിവസം. എന്റെ മോൾ അങ്ങനെയാണോ? നാളെ അവരിവളോട് പ്രതികാരം ചെയ്യില്ല എന്ന് ആര് കണ്ടു? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ആ DK ഒടുവില് അവളെ കൊണ്ട് എന്നോട് മാപ്പ് പറയിപ്പിച്ചു. നിങ്ങളുടെ മുന്നിൽ വെച്ച് അവള് മാപ്പ് പറഞ്ഞത് ആ DK പേടിച്ചിട്ടല്ലേ? നോക്കിക്കോ, കാത്തിരുന്ന് അവരിവളെ ഇനിയും അപമാനിച്ചാലോ? വലിയ വീട്ടിലെ ആളുകളോട് കയറി മുട്ടുമ്പോഴേ 10 വട്ടം ആലോചിക്കണം. ആശാലതേ, നിനക്കിതെന്തു പറ്റി? സാധാരണ ഇവളെ ആരെങ്കിലും ഒന്ന് നുള്ളു നോപ്പിച്ചാൽ പോലും അവരെ കൊന്നു തിന്നുന്ന ശീലമാ നിനക്കുള്ളത്. ഇതിപ്പോ അവൾ ഇവളെ തല്ലിയെന്നറിഞ്ഞിട്ടും സ്വന്തം അമ്മയായ നീ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? എനിക്കറിയാം ഇത് എന്തിന്റെയാണെന്ന്, പക്ഷേ അത് നിന്റെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഒരു തിരുവോണ ദിവസമായിട്ട് ഞാനിതിന് മറുപടി പറയുന്നില്ല. ഇനി ഇതിന്റെ പേരിൽ ഈ മുറ്റത്ത് പോലീസ് വന്ന് എന്റെ മോളെ പിടിച്ചോണ്ട് പോയാ നിന്നെ ഞാൻ വച്ചേക്കില്ല. മോളെ, സംഗതി അവള് പറഞ്ഞാലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ച് നിങ്ങൾ വിഷമിക്കണ്ട. മക്കൾ പോയി മുഖം കഴി ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് സദ്യ കഴിക്കാം. ചെല്ലേ. ഏതായാലും ഒരെണ്ണം തിരിച്ചു കൊടുത്തത് നന്നായി. ഇത് അവൾക്കൊരു പാഠമായിരിക്കും. ഇനി പപ്പടം കൂടി കാച്ചിയ എല്ലായി. എടി, ഇങ്ങനെ തിന്നല്ലേ. സദ്യക്ക് വിളമ്പോ പിന്നെ ഉപ്പേരി കാണില്ല. പണ്ടൊക്കെ ഓണത്തിന് ഒരാഴ്ച മുന്നേ വലിയൊരു ഏത്തക്കൊല വാങ്ങി ഒരു വലിയ മൺകലം നിറയെ വറുത്ത് വെക്കും അമ്മ. പിന്നെ ശർക്കര വരട്ടി, അച്ചപ്പം, കളിയുടയ്ക്ക, അങ്ങനെ എന്തെല്ലാം തരം ഐറ്റങ്ങളാ. പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാ പിറ്റേ ദിവസം തുടങ്ങി കട്ടുതീറ്റ. ഉപ്പേരി മോഷ്ടിച്ചതിന് അമ്മയുടെ കയ്യിൽ നിന്ന് കുറെ തല്ലെനിക്ക് കിട്ടിയിട്ടുണ്ട്. അയ്യോ, മീനല്ലല്ലോ മായേച്ചി. മീനോ? മിണ്ടരുത്. ഇനി ഓണം കഴിയുന്നത് വരെ ഫുൾ വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ. അയ്യോ, ഒരിത്തിരി മീനെങ്കിലും ഇല്ലാതെ എനിക്ക് ചോറ് ഇറങ്ങത്തില്ല. ഇറങ്ങണ്ട, ഞങ്ങള് കുത്തി ഇറക്കി തരാം. ഹായ് ഗേൾസ്, എവരിത്തിങ് റെഡി? ലുക്ക്, ഇത്രയും മെനനയിലെ മതിയോ? എന്റെ പൊന്നമ്മേ, ഈ ഓണത്തിനെങ്കിലും ഒന്ന് ഇംഗ്ലീഷ് പറയല്ലേ. നോ 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 നോ, വിത്തൗട്ട് ഇംഗ്ലീഷ് നോ ഓണം.